ഓക്കെ. സോ നമ്മൾ നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിലെ എക്കണോമിക്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പൊതുവെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് മൈക്രോ ഇക്കണോമിക്സ് ആയിട്ടും മാക്രോ ഇക്കണോമിക്സ് ആയിട്ടുമാണ്. ഇതിൽ മാക്രോ ഇക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ കവർ ചെയ്തിരുന്നു. നമുക്ക് ഇനിയും അതിൽ ചില ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് ബാക്കി സെഷൻസിലൊക്കെ നമുക്ക് കവർ ചെയ്യാം. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ചില ഏരിയാസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ നമുക്കറിയാം, മൈക്രോ എക്കണോമിക്സിന്റെ സിലബസ് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് ഫസ്റ്റ് ഡീൽ ചെയ്യാനുള്ളത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. അതായിരിക്കും കാര്യമായിട്ട് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഉണ്ട്. ദെൻ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഇറ്റ്സ് ആൾസോ എ പാർട്ട് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. പക്ഷെ അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല നമ്മൾ നോക്കുന്ന സമയത്ത്. അതുപോലെ ഗെയിം തിയറി ഉണ്ട്. മാർക്കറ്റ് സ്ട്രക്ചറിൽ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി പോലെയുള്ള മാർക്കറ്റ് സ്ട്രക്ചറുകൾ വരുന്നുണ്ട്. അതുപോലെ ഫാക്ടർ പ്രൈസിങ്, ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, അതുപോലെ എഫിഷ്യൻസി ക്രൈറ്റീരിയ, പരീറ്റോ ഒപ്റ്റിമാലിറ്റി പോലെയുള്ള എഫിഷ്യൻസി ക്രൈറ്റീരിയ, കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ, വെൽത്ത് മാക്സിമൈസേഷൻ, അതുപോലെ വെൽഫെയർ എക്കണോമിക്സിൽ രണ്ട് ഫണ്ടമെന്റൽ തിയറംസ് നമുക്ക് പറയാനുണ്ട്. ദെൻ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ പറയാറുണ്ട്. ദെൻ അസിമെട്രിക് ഇൻഫോർമേഷൻ, നമുക്കത് പബ്ലിക് ഫൈനാൻസിലും കൂടി വരുന്നതാണ് അസിമെട്രിക് ഇൻഫോർമേഷനും മറ്റും കാര്യങ്ങളും. പക്ഷെ നമുക്ക് ഇവിടെയും ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. പബ്ലിക് ഫൈനാൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ ഒരു ഏരിയാസ് പറയുന്നതായിരിക്കും. അപ്പോ ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ക്രാഷ് കോഴ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഡിസംബർ സൈക്കിളിലേക്കൊക്കെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നോർമലി നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ്ഡ് ഇക്കണോമിക് തിയറി, മൈക്രോ ഇക്കണോമിക്സിൽ അഡ്വാൻസ്ഡ് ഇക്കണോമിക് തിയറി, HL അഹുജയുടെ ഒരു പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ പറയുന്നത് നിങ്ങൾ ഡിസംബർ സൈക്കിളൊക്കെ ഫോക്കസ് ചെയ്യുന്നതിലാണ് കേട്ടോ. HL അഹുജയുടെ അഡ്വാൻസ്ഡ് ഇക്കണോമിക് തിയറി എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നല്ലൊരു പുസ്തകമാണ്. ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ, എസ്പെഷ്യലി മൈക്രോ എക്കണോമിക്സ് പഠിക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് HL അഹുജയുടെ പുസ്തകം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്റർമീഡിയറ്റ് മൈക്രോ ഇക്കണോമിക്സ്, ഹാൾ ആർ വേദിയന്റെ, അല്ലെങ്കിൽ എന്താ പറയാ, അത് എഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, പെർസ്പെക്റ്റീവില്. അതൊരു നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, നോർമലി ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും ഹാൾ ആർ വേദിയന്റെ മൈക്രോ ഇക്കണോമിക്സിന്റെ പുസ്തകത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. അതുപോലെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പുസ്തകമാണ് നിക്കോളാസ് സിൻഡറിന്റെ പുസ്തകം. നിങ്ങൾ കോഷ്യാനസിന്റെ പുസ്തകമൊക്കെ ഓൾറെഡി PGയിൽ നിങ്ങൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് പുസ്തകമാണ് നിങ്ങൾ ഇപ്പൊ ഒരു ഡിസംബർ സൈക്കിളിലേക്കൊക്കെ വളരെ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ വായിച്ചു തുടങ്ങേണ്ടത് HL അഹുജയുടെ അഡ്വാൻസ്ഡ് ഇക്കണോമിക് തിയറിയാണ്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പുസ്തകമാണ്. അതേസമയം ഇന്ത്യയിലുള്ള ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും ക്ലിയർ ചെയ്യാൻ കറന്റ് നമുക്ക് അഡ്വാൻസ്ഡ് ഇക്കണോമിക് തിയറി ബൈ HL അഹുജ, മൈക്രോ ഇക്കണോമിക്സിന്റെ കേസിലാട്ടോ ഞാൻ പറയുന്നത്, നമുക്ക് മതി എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഓക്കെ. അപ്പൊ ഇനി അതല്ലാണ്ട് നമുക്ക് മാർക്കറ്റിൽ കുറെ ഗൈഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഗൈഡുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ലെവലിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് HL അഹുജയുടെ പുസ്തകമാണെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഹിസ്റ്ററി, അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നുള്ളത്, അല്ലെ? ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? അത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ദ വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ളത്. അപ്പൊ മൈക്രോ ഇക്കണോമിക്സ് ബേസിക്കലി ഉണ്ടാവുന്നത് ഈ ആഡം സ്മിത്തിന്റെ വർക്കുകളിലൂടെയാണ്.
ഇപ്പൊ നമ്മള് ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആയിട്ട് ആഡം സ്മിത്തിനെ പറയുമെങ്കിലും ബേസിക്കലി ആഡം സ്മിത്ത് ഫാദർ ഓഫ് മൈക്രോ ഇക്കണോമിക്സ് ആണ്. ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് കെയ്ൻസ് ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് ബേസിക്കലി ആഡം സ്മിത്തിന്റെ വർക്കുകളിലൂടെയാണ്, അല്ലെങ്കിൽ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആഡം സ്മിത്തിന്റെ ബുക്കിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന മൈക്രോ ഇക്കണോമിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പൊ ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബേസിക്കലി ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അത് നത്തിങ് ബട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്. നിങ്ങൾ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് സപ്ലൈയും ഡിമാൻഡുമാണ് എന്നുള്ളതാണ്. അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ ആഡം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് റെഗുലേഷൻ ത്രൂ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിലൂടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് റെഗുലേറ്റ് ചെയ്യും. അവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഗവൺമെന്റിന്റെ ഇടപെടലുകൾ മാർക്കറ്റിൽ ഉണ്ടാവേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഇക്കണോമിക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പൗണ്ടർ ആയിരുന്നു ഡേവിഡ് റിക്കാർഡോ. നിങ്ങൾ നോക്കൂ, ഇന്റർനാഷണൽ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫാരിസ് സർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് ആഡം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആയിരിക്കില്ലേ. അതിനുശേഷം നമ്മൾ ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് തിയറിയിലേക്ക് പോയി. അപ്പൊ അതുപോലെ തന്നെയാണ് ആഡം സ്മിത്തിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആണ് ഡേവിഡ് റിക്കാർഡോ. 1817 അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സിൽ ഡേവിഡ് റിക്കാർഡോ തന്റെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട തിയറി ആയിരുന്നു എന്ത്? തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ്. നമ്മൾ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. റെന്റ് തിയറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ്. റെന്റ് തിയറിയും എപ്പോഴും ഡേവിഡ് റിക്കാർഡോയുമായി വരുന്നതാണ്. അപ്പൊ ഈ രണ്ട് ഇക്കണോമിസ്റ്റുകളാണ് ബേസിക്കലി മൈക്രോ ഇക്കണോമിക്സിന്റെ ഫൗണ്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റുക, എസ്പെഷ്യലി ആഡം സ്മിത്ത്. പക്ഷെ ഇവരെന്ത് ചെയ്തിട്ടില്ല? മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടേം എന്ത് ചെയ്തിട്ടില്ല? യൂസ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് അതിന് ശേഷം വന്നിട്ടുള്ള ആളുകളാണ്. ഇനി മൈക്രോ ഇക്കണോമിക്സ് ഒരു ഫോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു മൈക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ ആരാണ്? ബേസിക്കലി അത് ആഡം സ്മിത്ത് ആണ്. പക്ഷെ മൈക്രോ ഇക്കണോമിക്സിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ആഡം സ്മിത്ത് ട്രീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് ആഡം സ്മിത്ത് ട്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കാണാൻ പറ്റുക മാർജിനൽ റവല്യൂഷൻ ആണ്. 1870കളിലാണ് മാർജിനൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഐഡിയ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയാണ് മൈക്രോ ഇക്കണോമിക്സ് ബേസിക്കലി സ്റ്റാർട്ട് ആവുന്നത്, അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പൊ അതിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് വില്യം സ്റ്റാൻലി ജിവോൺസ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് തിയറി ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി. നിങ്ങളിത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന പേരുകളും ഈ പറയുന്ന അവരുടെ ഇയറും അവരുടെ പുസ്തകത്തിന്റെ പേരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് UGC നെറ്റ് എക്സാമിന്റെ ഒരു വേട്ട മൃഗമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഒരു വേട്ട മൃഗമാണ്. അതായത് ഇതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ചില സമയത്ത് ക്രൊണോളജി ആയിട്ടും ചില സമയത്ത് ചേരുംപടി ആയിട്ടൊക്കെ ഒരുപാട് തരത്തില് ഈ പേരുകളും, ഞാൻ അങ്ങനത്തെ പേരുകൾ മാത്രമേ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകൾ മാത്രമേ നമ്മുടെ PPT-യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതിലുള്ളത് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക? നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പൊ വില്യം സ്റ്റാൻലി ജെവോൺസ്, അദ്ദേഹത്തിന്റെ പുസ്തകം 1871 തിയറി ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി. അതുപോലെ കാൾ മെങ്കർ 1871 പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. അതുപോലെ ലിയോൺ വൽറാസ്, നമ്മൾ വൽറാസിന്റെ ജനറൽ ഇക്വിലിബ്രിയവും വൽറാഷ്യൻ എക്കണോമിക്സ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അത് എലമെന്റ്സ് ഓഫ് പ്യുവർ എക്കണോമിക്സ് ലിയോൺ വൽറാസിന്റേതാണ്. ഇത് ലിയോൺ വൽറാസിന്റെ എലമെന്റ്സ് ഓഫ് പ്യുവർ എക്കണോമിക്സ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് PYQs നോക്കുന്ന സമയത്ത് 5 തവണ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5 തവണ നോട്ട് ചെയ്തിട്ടുണ്ട്. മിനിമം 5 തവണ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഇയർ ആണ് എന്നുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എലമെന്റ്സ് ഓഫ് പ്യുവർ എക്കണോമിക്സ്, ജിയോൺ വൽറാസ് എന്നുള്ളത്. ഓക്കെ, ഇനി കീ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക ഒന്ന്, അതായത് മാർജിനൽ റവല്യൂഷൻ ഐഡിയാസിൽ ഇവര് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട
ഐഡിയാസ് ആണ്. ഒന്ന് മാർജിനൽ യൂട്ടിലിറ്റി തിയറി. മാർജിനൽ യൂട്ടിലിറ്റി തിയറി ഓൾറെഡി ഉണ്ട്, പക്ഷെ അതിൽ എങ്ങനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി വർക്ക് ചെയ്യുന്നത്, അതുപോലെ സബ്ജക്റ്റീവ് യൂട്ടിലിറ്റി, അതുപോലെ തന്നെ ഡിമാൻഡ് തിയറി. ഡിമാൻഡ് തിയറിയുടെ ഫൗണ്ടേഷൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് മാർജിനൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ്. അതുപോലെ ജനറൽ ഇക്വിലിബ്രിയം തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വൽറാസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലിയോൺ വൽറാസിന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? എലമെന്റ്സ് ഓഫ് പ്യുവർ എക്കണോമിക്സ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നിയോ ക്ലാസിക്കൽ സിന്തസിസ് വരുന്നത്. നിയോ ക്ലാസിക്കൽ, ഇതിന്റെ സ്കൂൾ ഓഫ് തോട്ടിന്റെ ക്ലാസ് നമുക്ക് പിന്നീട് എടുക്കാം. ജസ്റ്റ് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് മൈക്രോ എക്കണോമിക്സ് പറയണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറയണം, അതുകൊണ്ടാണ് കേട്ടോ. നിയോ ക്ലാസിക്കൽ സിന്തസിസിന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 1890 മുതൽ 1930 വരെയാണ്. പ്രധാനമായിട്ടും നിയോ ക്ലാസിക്കൽസിൽ നമുക്ക് കാണാൻ പറ്റുക ഒന്ന് ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷലാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള്. അപ്പൊ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആരായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആൽഫ്രഡ് മാർഷലാണ്. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആരായിരുന്നു? ജസ്റ്റ് ചാറ്റ് ബോക്സ് അറിയുന്നവർ പറയൂ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കക്ഷിയാണ്. യെസ്, വൽറാസ് ആണ്. ലിയോൺ വൽറാസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൽഫ്രഡ് മാർഷലാണ് നമ്മൾ പറയുന്ന പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലിയോൺ വൽറാസ് ആണ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആഡം സ്മിത്ത് സപ്ലൈയുടെയും ഡിമാൻഡിന്റെയും ഒക്കെ കോൺസെപ്റ്റുകൾ അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും സപ്ലൈയെയും ഡിമാൻഡിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു ഫ്രെയിംവർക്കായി മാറ്റിയത് അത് ആൽഫ്രഡ് മാർഷലാണ്. അതുപോലെ വെൽഫെയർ അനാലിസിസിന്റെ ഫൗണ്ടേഷൻ എന്താണ്, വെൽഫെയർ അനാലിസിസ് എന്നുള്ളതിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും ആൽഫ്രഡ് മാർഷലാണ്. അതുപോലെ നിയോ ക്ലാസിക്കൽസിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഇക്കണോമിസ്റ്റ് ആണ് വിൽഫ്രഡ് പാരീറ്റോ. നമ്മൾ പാരീറ്റോ ഒപ്റ്റിമാലിറ്റി ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈക്രോ ഇക്കണോമിക്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. പാരീറ്റോ 1906 അദ്ദേഹം ഇറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പേരാണ് മാനുവൽ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ളത്. പാരീറ്റോ എഫിഷ്യൻസി ക്രൈറ്റീരിയൻ, അതുപോലെ വെൽഫെയർ എക്കണോമിക്സിന്റെ ഫൗണ്ടേഷൻ, ഇതൊക്കെ പാരീറ്റോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ എക്കണോമിക്സിലെ പഴയ കാല പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന പേരാണ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ +2 നമ്മൾ എക്കണോമിക്സ് എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവും എക്കണോമിക്സ് ആദ്യം അറിയപ്പെട്ടിരുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇവരിങ്ങനെ പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ള ടേം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ വിൽഫ്രഡ് പരീറ്റോയുടെ പുസ്തകത്തിന്റെ പേര് എന്തായിരുന്നു? മാനുവൽ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ളതായിരുന്നു. അതായത് എക്കണോമിക്സ് എന്നുള്ളതാണ് ഇവർ ഈ പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് മാത്തമാറ്റിക്കൽ ഫോർമലൈസേഷൻ. ഇപ്പോൾ നമുക്കറിയാം കാർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റി ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും തന്നെ. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആൽഫ്രഡ് മാർഷൽ. അത് നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി, അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്ന ഓർഡിനൽ യൂട്ടിലിറ്റി 1930ന്റെയും 50ന്റെയും ഇടയിൽ ഒരു മാത്തമാറ്റിക്കൽ ഫോർമലൈസേഷൻ എക്കണോമിക്സിൽ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് JR ഹിഗ്സും RGD അലനുമായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻഡിഫറൻസ് കർവും അതുപോലെ, അതായത് ഈ പ്രധാനമായിട്ടും ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, കാർഡിനൽ യൂട്ടിലിറ്റിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് RGD അലനും JR ഹിഗ്സുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പഠിച്ചു. ഒന്ന്, കാർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അത് JR ഹിഗ്സും RGD അലനുമാണ്. അതുപോലെ പോൾ സാമുവൽസൺ 1947 ഫൗണ്ടേഷൻ ഓഫ് ഇക്കണോമിക് അനാലിസിസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ ഇൻ എക്കണോമിക്സ്, ഇക്കണോമിക് അനാലിസിസിന്റെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ,
നിങ്ങൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയറും കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷനും ഒക്കെ നമ്മളിത് എടുക്കൂട്ടോ. ആ ഏരിയാസ് ഒക്കെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കും. അതുപോലെ തന്നെ റിവീൽഡ് പ്രിഫറൻസ് തിയറി, മോഡേൺ മൈക്രോ ഇക്കണോമിക് മോഡലിംഗ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോൾ സാമുവൽസന്റെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന കാർഡിനൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നിന്ന് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു യൂട്ടിലിറ്റി തിയറിയാണ്. ഓക്കെ, യൂട്ടിലിറ്റി തിയറിയാണ്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ മോഡേൺ മൈക്രോ ഇക്കണോമിക് മോഡലിംഗിന്റെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൽ നിങ്ങൾ എഴുതേണ്ട, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആരാണ്? പോൾ എ സാമുവൽസൺ. അപ്പൊ നമ്മൾ പറഞ്ഞു മൈക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ അത് ആഡം സ്മിത്ത് ആണ്. മോഡേൺ മൈക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ ആരാണ്? അത് പോൾ എ സാമുവൽസൺ ആണ്. അതുപോലെ ജനറൽ ഇക്വിലിബ്രിയം തിയറി, നമ്മൾ പറഞ്ഞു ജനറൽ ഇക്വിലിബ്രിയം തിയറിയും പാർഷ്യൽ ഇക്വിലിബ്രിയം തിയറിയും ഉണ്ടല്ലേ. പക്ഷെ എന്നാലും അതിനെ അഡ്വാൻസ് ചെയ്തിട്ട് ജനറൽ ഇക്വിലിബ്രിയം തിയറി കെന്നത്ത് ആരോയും അതുപോലെ തന്നെ ജി ഡിബ്രൂയും കൂടി 1954 ആരോ ഡിബ്രൂ മോഡൽ എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വിലിബ്രിയം മോഡൽ, ഹൈലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. നിങ്ങളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്കത് കിട്ടും. അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക്. അതായത് എങ്ങനെയാണ് ജനറൽ ഇക്വിലിബ്രിയം മോഡൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ആരോ ഡിബ്രൂ മോഡൽ 1954. അതുപോലെ തന്നെ മോഡേൺ വെൽഫെയർ എക്കണോമിക്സിന്റെയും ബേസിക് ഈ പറയുന്ന ജനറൽ ഇക്വിലിബ്രിയം തിയറി തന്നെയാണ്. കെന്നത്ത് ആരോയുടെയും ജി ഡിബ്രൂവിന്റെയും മോഡൽ തന്നെയാണ് മോഡേൺ വെൽഫെയർ എക്കണോമിക്സിന്റെയും ഒരു ഫൗണ്ടേഷൻ ആയിട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് എപ്പോഴും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നാണ് ഗെയിം തിയറി, ഇൻഫർമേഷൻ എക്കണോമിക്സ്. ഗെയിം തിയറി 1940 മുതൽ 1980 വരെയാണ് ഗെയിം തിയറിയിൽ കാര്യമായ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഗെയിം തിയറിയിൽ നിങ്ങൾ ചില ഫാക്കൾട്ടീസിന്റെ ഒക്കെ പ്രൊഫൈല്, യൂണിവേഴ്സിറ്റി പ്രൊഫൈലുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ ഗെയിം തിയറിയിൽ റിസർച്ച് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അപ്പോ ബേസിക്കലി ഗെയിം തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗെയിം തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് ജോൺ വോൺ ന്യൂമാനും ഓസ്കാർ മോർഗൻസ്റ്റിനും 1944 അവരൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, തിയറി ഓഫ് ഗെയിംസ് ആൻഡ് ഇക്കണോമിക് ബിഹേവിയർ. ഈ പുസ്തകത്തിലൂടെയാണ് ഗെയിം തിയറി എന്ത് ചെയ്യുന്നത്, ഒരു അഡ്വാൻസ്ഡ് തിയറി ആയിട്ട് എക്കണോമിക്സിൽ മാറുന്നത്. അതുപോലെ നമുക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് നാഷ് ഇക്വിലിബ്രിയം കണ്ടെത്തുക എന്നുള്ള ക്ലാസ് സെപ്പറേറ്റ് വെക്കും, നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ അതൊരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ഥിരമായിട്ടുള്ള ഒരു വേട്ടമൃഗമാണ് നാഷ് ഇക്വിലിബ്രിയം കണ്ടെത്താനുള്ളത്. അപ്പൊ നാഷ് ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് ജോൺ നാഷ് 1950 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ജോർജ് അക്കർലോഫ് മാർക്കറ്റ് ഫോർ ലെമൺസ് ആൻഡ് അഡ്വേഴ്സ് സെലക്ഷൻ 1977 ഈ ജോർജ് അക്കർലോഫിന് ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പഠനത്തിന് ഇൻഫർമേഷൻ എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാം, നൊബേൽ പ്രൈസിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് യൂസ് ചെയ്യണം കേട്ടോ. കാരണം അത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ടെക്സ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നൊബേൽ പ്രൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് 2025 കിട്ടിയിട്ടുള്ള ആളുകളുടെയെങ്കിലും അവരെന്തിനാണ് അത് കിട്ടിയിട്ടുള്ളത് എന്നും അവരുടെ ഏരിയ എന്തായിരുന്നു എന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ മിക്കായിൽ സ്പെൻസും ജോസഫ് സ്റ്റിഗ്ലിസിനും ആക്ച്വലി നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ എക്കണോമിക്സിൽ. അതായത് സിഗ്നലിംഗ് ആൻഡ് മോറൽ ഹസാർഡ് ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ആളുകളാണ് ഗെയിം തിയറിയുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ മോഡേൺ ഡെവലപ്മെന്റ്, മൈക്രോ ഇക്കണോമിക്സിന്റെ മോഡേൺ ഡെവലപ്മെന്റ് 1980 മുതലാണ്. അതില് ജീൻ ടിറോൾ എന്ന് പറയുന്ന ജീൻ ടൈറോൾ ഒന്നും ടിറോൾ ഒന്നും പറയാറുണ്ട് കേട്ടോ.
ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്. അതിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1988. അതുപോലെ തന്നെ ബിഹേവിയറൽ എക്കണോമിക്സ്. ഇപ്പോഴത്തെ കറന്റ് റിസർച്ച് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ബിഹേവിയറൽ എക്കണോമിക്സ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോ ഒരുപാട് റിസർച്ചുകൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ ബിഹേവിയറൽ എക്കണോമിക്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഡാനിയൽ കനേമാനും അതുപോലെ തന്നെ ടവേഴ്സ്കിയും 1979 പ്രോസ്പെക്ട് തിയറി, നമ്മൾ യൂട്ടിലിറ്റി അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ അൺസർട്ടനിറ്റി പറയുമ്പോൾ നമ്മൾ പറയും പ്രോസ്പെക്ട് തിയറി എന്ന് പറയുന്ന. അപ്പോൾ അതായത് നോർമൽ മൈക്രോ ഇക്കണോമിക്സും നോർമൽ ഇക്കണോമിക്സും പറയുന്നത് ആളുകൾ എപ്പോഴും റേഷണൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റിയിട്ട് ആളുകൾ എപ്പോഴും റേഷണൽ അല്ല എന്ന് പറയുന്ന ഒരു തിയറിയാണ് ബേസിക്കലി ബിഹേവിയറൽ എക്കണോമിക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതാണ് മോഡേൺ ഡെവലപ്മെന്റുകൾ. അപ്പോ നമ്മൾ ഇത്ര പറഞ്ഞൊരു ഏരിയാസ് ഞാൻ ഒന്ന് ചുരുക്കുന്നുണ്ട്. ആൽഫ്രഡ് മാർഷലാണ് കാർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. അതുപോലെ തന്നെ ആൽഫ്രഡ് മാർഷലാണ് കാർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. ജിവോൺസ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. വൾറാസ് ആണ് മാത്തമാറ്റിക്കൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. ഓർഡിനൽ യൂട്ടിലിറ്റി, ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ കുറെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയി. ആക്ച്വലി ഓർഡിനൽ യൂട്ടിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് പാരീറ്റോ ആണ്. നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. ഓർഡിനൽ യൂട്ടിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് പാരീറ്റോ ആണ്. നമ്മൾ നോർമലി നമ്മൾ യു ജിക്കും പി ജിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ആദ്യം കാർഡിനൽ യൂട്ടിലിറ്റി ആൽഫ്രഡ് മാർഷൽ കൊണ്ടുവന്നു, അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി ഹിഗ്സ് ആൻഡ് അലൻ കൊണ്ടുവന്നു ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള് പാരീറ്റോ ആണ്. ഈ പാരീറ്റോയുടെ ഓർഡിനൽ യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ഹിഗ്സ് ആൻഡ് അലൻ എന്ത് ചെയ്യുന്നത്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഓർഡിനൽ യൂട്ടിലിറ്റിയും കാർഡിനൽ യൂട്ടിലിറ്റിയും കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് വരുന്നതാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. അത് പോൾ എ സാമുവൽസൺ ആണ്. ബൗണ്ടഡ് റേഷണാലിറ്റിയുടെ കേസ് ഹെർബർട്ട് സൈമൺ ആണ്. അതുപോലെ ബിഹേവിയറൽ എക്കണോമിക്സ് ഡാനിയൽ കനഹേമാനും ടെവേഴ്സ്കിയും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ അല്പം ഒന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ടാവുക, പാരീറ്റോ എന്തിനാണ് സാർ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ കൊടുത്തതെന്നുള്ളതായിരിക്കും. മനസ്സിലാക്കുക, കാർഡിനൽ യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പാരീറ്റോ ആണ്. പാരീറ്റോയുടെ ഓർഡിനൽ യൂട്ടിലിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് ഹിഗ്സ് ആൻഡ് അലൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് നോക്കട്ടോ. ഞാനൊന്ന് ജസ്റ്റ് വെള്ളം നിറച്ചിട്ട് വരാം. എൻ്റെ വാട്ടർ ബോട്ടിലിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു 2 മിനിറ്റ് കേട്ടോ, ബ്രേക്ക് എടുക്കണ്ട, ഇവിടെ തന്നെ നിന്നോളൂ, പോകും വേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം നിറച്ചിട്ട് വരാം. ഓക്കെ, ദെൻ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള വേറൊരു കാര്യം, ഇതിൽ നെറ്റ് ഉള്ളവരുണ്ട്, നെറ്റ് ഇല്ലാത്തവരുണ്ട്, PhD ഓൺലി ക്വാളിഫൈഡ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല IITസും ഇപ്പോൾ ഏകദേശമൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാജസ്ഥാനിലുള്ള IIT, ജോധ്പൂർ IIT, അതിലാണ് ഇപ്പൊ നിലവിൽ ഓപ്പൺ. PhD ഓൺലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണോ JRFന്റെ എമൗണ്ട്, അതേ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇപ്പോ അത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസിൽ കൺസിഡർ ചെയ്യട്ടോ. വലിയൊരു ഒന്നുമല്ല PhDക്ക് കിട്ടുക എന്നുള്ളത്. നെറ്റ് ഇല്ലെങ്കിൽ പോലും PhDക്ക് കിട്ടുന്ന സിറ്റുവേഷൻ ആണ്. പല IITസും നിലവിൽ നെറ്റ് പോലും കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസർച്ച് പ്രപ്പോസലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരു രൂപത്തിലാണുള്ളത്. കറന്റ് ഞാൻ IIT ഗോവയുടെ എക്സാം എഴുതാൻ പോയിരുന്നു. അപ്പൊ അതിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്, അവിടെ വന്നിട്ടുള്ള 47 കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നത് പകുതിയിലധികം കുട്ടികൾക്കും നെറ്റ് ഇല്ല. JRF ഉള്ള ആരും ഇല്ല, ബാക്കി കുട്ടികൾക്ക് നെറ്റും ഇല്ല. PhD ഓൺലിയും PhD പോലും ഇല്ലാത്ത, PhD ഓൺലി പോലും ക്വാളിഫൈ ആവാത്ത കുട്ടികൾ വരെ അവിടെ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുട്ടികളെയും അവർ ഇന്റർവ്യൂയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ഇന്റർവ്യൂ കിട്ടുകയാണെങ്കിൽ അവർക്ക് അവിടെ PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നമുക്ക് നെറ്റ് കിട്ടുന്നത് പലപ്പോഴും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ഡ്രീം ചെയ്യുന്നത്, JRF ഡ്രീം ചെയ്യുന്നത് ഒന്നെങ്കിൽ അത്
ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും, അല്ലെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും. PhD ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്മിഷൻ ടു PhD ഓൺലി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് IITസിലൊക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അതിനെന്തെങ്കിലും ഗൈഡൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാനും ഒരു PhD ആസ്പിറന്റ് ആണ്. അപ്പൊ എനിക്ക് അറിയുന്ന നോളജ് ഒക്കെ ഞാൻ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഇനി നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് എന്താന്നുള്ളത് ബേസിക്കലി എക്കണോമിക്സ് ഒരു +1 +2 പഠിച്ച ഒരാൾക്ക് പോലും ഡിമാൻഡ് എന്താന്നുള്ളത് അറിയൂലേ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ ഈസ് the amount of commodity, the quantity of commodity that a consumer is willing and able to purchase at different prices during a given period of time. ഒരു given പീരീഡിലെ ഒരു കൺസ്യൂമറിന് അയാൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന, അയാൾക്ക് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയെയാണ്, ഗുഡ്സിന്റെ സർവീസിന്റെ ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ എന്ത് പറയാ? ഡിമാൻഡ് എന്ന് പറയാം. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ QD ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് PX എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. Y എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുടെ ഇൻകം. PR എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. T എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. E എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് ഈ ഒരു ഇക്വേഷൻ കാണിക്കുന്നത് ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ഓഫ് ഓൺ ഗുഡ്സ് പോലെയുള്ള, കൺസ്യൂമറുടെ ഇൻകം പോലെയുള്ള, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് പോലെയുള്ള, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് പോലെയുള്ള, എക്സ്പെക്ടേഷൻസ് പോലെയുള്ള, അല്ലെങ്കിൽ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കൺസ്യൂമർ അറ്റ് എ ടൈം ഡിമാൻഡ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഐസ്ക്രീം 10 രൂപ ഉണ്ടായിരുന്ന സമയത്ത് ഫവാസ് എന്ന് പറയുന്ന ഞാൻ ആയിട്ടുള്ള കൺസ്യൂമർ കൺസ്യൂം ചെയ്തിരുന്നത് 2 ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാട്ടോ. പ്രൈസ് 8 രൂപയായിട്ട് കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അത് കൂടിയിട്ട് എന്തായി? അത് 4 ആയിട്ട് മാറി, അല്ലെ? വീണ്ടും പ്രൈസ് കുറഞ്ഞ, ഐസ്ക്രീമിന്റെ പ്രൈസ് കുറഞ്ഞ് 8 6 ആയിട്ട് മാറി. 6 ആയിട്ട് മാറിയാൽ എന്ത് സംഭവിക്കും? വീണ്ടും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി 6 ആയിട്ട് മാറി. അതായത് പ്രൈസ് കുറയുന്ന സമയത്ത് ഇവിടെ എങ്ങനെ പ്രൈസ് താഴോട്ട് വരുന്നു, ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. പ്രൈസ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്, അല്ലെ? ഇനി മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിന്റെ, ആ ഒരു മാർക്കറ്റിലുള്ള ഓരോ കൺസ്യൂമറുടെയും ഡിമാൻഡുകളെ നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? മാർക്കറ്റ് ഡിമാൻഡ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഹൊറിസോണ്ടലി ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, നോട്ട് വെർട്ടിക്കലി. ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ സമ്മേഷൻ. ഹൊറിസോണ്ടൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ സമ്മേഷൻ. അപ്പൊ ഡിമാൻഡിനെ നമ്മൾ കണ്ടെത്തുന്നത് ഹൊറിസോണ്ടലി ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ Q1 എന്ന് പറഞ്ഞാൽ എന്താണ്? QM എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് ആണ്, മാർക്കറ്റ് ഡിമാൻഡ്. Q1 എന്ന് പറഞ്ഞാൽ ഫവാസിന്റെ ഡിമാൻഡ്, ഫവാസിന്റെ ക്വാണ്ടിറ്റി. Q2 ഹെൽനയുടെ ക്വാണ്ടിറ്റി. Q3 ദെൻ ഡിംനയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മിൻഹയുടെ ക്വാണ്ടിറ്റി. ഇത് മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതാണ് മാർക്കറ്റ് ഡിമാൻഡ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിനെ ഹൊറിസോണ്ടലി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മളൊരു ടേബുലാർ റെപ്രസെന്റേഷനിൽ, ഒരു ടേബിൾ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നുള്ളത്. ഡിമാൻഡ് ഷെഡ്യൂളിൽ എന്താ ഉണ്ടാവുക? ഓരോ പ്രൈസിലും, മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഓരോ പ്രൈസിലും
ഓരോ മാർക്കറ്റിലുള്ള ഓരോരുത്തരും എത്രയാണോ ഡിമാൻഡ് ചെയ്യുന്നത് അതും മാർക്കറ്റ് ഡിമാൻഡും ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇവിടെ നോക്കൂ, ആപ്പിളിന് 1 കിലോഗ്രാമിന് 80 രൂപയായിരുന്ന സമയത്ത് കൺസ്യൂമർ ആയിട്ടുള്ള അമർ 2 ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അലി 4 ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അലക്സ് 5 ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് 5 കിലോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ് ആ മാർക്കറ്റിൽ 80 രൂപ ആപ്പിള് ആയിരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക? ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? പറയൂ, ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടാൻ ഹൊറിസോണ്ടലി ആണോ? ഞാനത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നേഹ, ടിംന, അലീന, പറയൂ, ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഹൊറിസോണ്ടലി ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. അതായത് ഇത് ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല. ഇങ്ങനെ ആഡ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടൂല. ഇങ്ങനെ ആഡ് നമുക്ക് അമറിന്റെ ഡിമാൻഡ് മാത്രമേ കിട്ടുള്ളൂ. 2, 3, 4, 5, 9, 11, 14 അല്ലെ? അപ്പൊ 14 എന്ന് നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ അത് അമറിന്റെ ഡിമാൻഡ് ആണ്, അല്ലാതെ മാർക്കറ്റ് ഡിമാൻഡ് അല്ല. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് ഹൊറിസോണ്ടലി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് എപ്പോഴും അറിയുന്നതാണല്ലേ ലോ ഓഫ് ഡിമാൻഡ് എന്താന്നുള്ളത്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതർ തിങ്സ് റിമൈൻ കോൺസ്റ്റന്റ്, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി വാരീസ് ഇൻവേഴ്സ്ലി വിത്ത് പ്രൈസ്. ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുക. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെൻ പ്രൈസ് റൈസസ് ഡിമാൻഡ് ഫാൾസ്. പ്രൈസ് റൈസ് ചെയ്യും, ഡിമാൻഡ് ഫാൾ ചെയ്യും. വെൻ പ്രൈസ് ഫാൾ ഡിമാൻഡ് റൈസസ്. പ്രൈസ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ലോ ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഇങ്ങനെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആവുന്നത്? ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഒന്നാണെന്ത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് മോർ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഫാൾ ചെയ്യും. നമുക്കറിയാം, നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിക്കണം. നല്ല വിശന്ന് നല്ല ദാഹിച്ചിരിക്കുന്ന ചൂടത്ത് നമ്മൾ വന്നിട്ട് കയറുമ്പോൾ ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിക്കുകയാണ്, നമുക്ക് നല്ല യൂട്ടിലിറ്റി കിട്ടും അല്ലേ? നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചാലോ അപ്പോഴും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? നമ്മൾ മൂന്നാമത്തെ ഗ്ലാസ് കുടിച്ചാലോ അപ്പോഴും സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? നമ്മുടെ അത്യാവശ്യം നല്ല എന്നെ പോലെയൊക്കെ വയറുള്ള ആളുകളാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നാലാമത്തെ ഗ്ലാസ് കുടിച്ചാലോ അപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അഞ്ചാമത്തെ ഗ്ലാസ് കുടിച്ചാൽ അപ്പോഴും കിട്ടും. ആറാമത്തെ കുടിച്ചാൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇത് ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യും അല്ലേ? അതായത് ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിലോ 10 0, 5, 2, 1, -1 ഇങ്ങനെ പോലെ -2. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ കൺസംഷനിലൂടെ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഈ മാർജിനൽ യൂട്ടിലിറ്റി ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ. അതുപോലെ തന്നെ ഇൻകം എഫക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, പർച്ചേസിങ് പവർ റൈസ് ചെയ്യും, കൺസ്യൂമർ എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ വാങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 100 രൂപ, നിങ്ങളുടെ ഇൻകം 100 ആണ് കേട്ടോ. നിങ്ങൾ 50 രൂപയുടെ ഷവർമ്മ വേണ്ട, 100 രൂപയുടെ ഷവർമ്മയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഷവർമ്മ വാങ്ങിക്കാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ ആകെ 100 രൂപയാണ് ഉള്ളത്. 100 രൂപയാണ് ഷവർമ്മയുടെ പ്രൈസ്. നിങ്ങൾക്ക് എത്ര വാങ്ങിക്കാൻ പറ്റും? എത്ര ഷവർമ്മ വാങ്ങിക്കാൻ പറ്റും? ഒരു ഷവർമ്മ വാങ്ങിക്കാൻ പറ്റൂലേ? ഇൻ കേസ് ഈ പ്രൊഡക്റ്റിന്റെ ഷവർമ്മയുടെ വില 100 രൂപയിൽ നിന്ന് 50 രൂപയായിട്ട് കുറഞ്ഞു. 50 രൂപയായിട്ട് കുറഞ്ഞു. ഓക്കെ, പ്രൈസ് ഫാൾ ചെയ്തു എന്നർത്ഥം ഷവർമ്മയുടെ. നിങ്ങൾക്ക് ഇപ്പോ ഈ 100 രൂപക്ക് എത്ര ഷവർമ്മ വാങ്ങിക്കാൻ പറ്റും?
ഇപ്പൊ 2 വാങ്ങിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇൻകം കൂടിയത് കൊണ്ടാണോ? നിങ്ങളുടെ നോമിനൽ ഇൻകം കൂടിയത് കൊണ്ടാണോ? അല്ല, റിയൽ ഇൻകം കൂടിയത് കൊണ്ടാണ് എന്നർത്ഥം. റിയൽ ഇൻകം എങ്ങനെയാണ് കൂടിയത്? നിങ്ങളുടെ പർച്ചേസിങ് പവർ കൂടി. ആദ്യം 100 രൂപക്ക് ഒരു ഷവർമ വാങ്ങിക്കാൻ പറ്റുന്നിടത്ത് ഇന്ന് 100 രൂപക്ക് 2 ഷവർമ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇൻകം കുറയുന്ന സമയം, അതായത് പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രൈസ് കുറയുമ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, അതായത് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ടേക്ക് ആൻ എക്സാമ്പിൾ, ഒരു ഷവർമ്മയുണ്ട്, ഒരു ഷവായയുണ്ട്. രണ്ടിനും 100 രൂപയാണ് വില ഉള്ളത്. നമ്മൾ പറഞ്ഞു ഷവർമ്മയുടെ വില എത്രയായി? 50 രൂപയായി. സ്വാഭാവികമായിട്ടും ഷവായ കഴിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ ഷവർമ്മയിലേക്ക് മാറും. അപ്പോഴും പ്രൈസ് കുറഞ്ഞപ്പോ എന്തായി? നമ്മൾ കൂടുതൽ 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 ഷവർമ്മ വാങ്ങിക്കാൻ തുടങ്ങി, അല്ലേ? പ്രൈസ് കുറഞ്ഞു, കൂടുതൽ 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 ഷവർമ്മ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോഴും എന്ത് ചെയ്യും? ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി ആകും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതെങ്ങനെയാ ഇങ്ങോട്ടും വന്നേ? ഓക്കെ, ഇനി നമുക്ക് ചില ഗുഡ്സുകളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഒന്നാണ് ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, ആ വ്യക്തിക്ക് ഇൻഫീരിയർ കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. ഒരാൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇൻഫീരിയർ, നമ്മൾ ഇപ്പൊ എന്റെ കേസ് പറയണം, ഫവാസ് എന്ന് പറയുന്ന ഞാന് എന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഗൗതം എന്ന് പറയുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് ഞാൻ ഗൗതമിന്റെ അത്രയൊന്നും പഠിക്കുന്നില്ല, എനിക്ക് ഗൗതമിന്റെ അത്രയൊന്നും മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് തിരിയുന്നില്ല, എനിക്ക് എക്കണോമെട്രിക്സിൽ നോളജ് ഇല്ല. ഇതാണ് ഇങ്ങനെ ഞാൻ എന്റെ സെൽഫിനെ ഗൗതമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീഗ്രേഡ് ചെയ്യുന്ന, വില കുറക്കുന്ന പരിപാടിയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഉദാഹരണം ആലോചിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിന് എന്താവും? വില കുറച്ച് കാണും എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ ചീപ്പ് ഗുഡ് എന്നാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ്. അതായത് ഇൻഫീരിയർ ഗുഡിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൺസ്യൂമറുടെ ഇൻകം കൂടുന്ന സമയത്ത്, കൺസ്യൂമറുടെ ഇൻകം കൂടുന്ന സമയത്ത് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കൺസ്യൂമറുടെ ഇൻകം കൂടുന്ന സമയത്ത് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ് ഡിക്രീസ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ UGC നെറ്റ് എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇൻഫീരിയർ ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇൻകം കൂടുന്ന സമയത്ത് ഇൻഫീരിയർ ഗുഡിന്റെ ഡിമാൻഡ് കുറയും എന്നുള്ളത്. ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ ആൻഡ് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്. അതായത് ഇത് ചീപ്പർ ഗുഡാണ്, നമുക്കറിയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഇൻകം, നിങ്ങൾ നെറ്റൊക്കെ വാങ്ങിയിട്ട് നിങ്ങളൊരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കാൻ കയറി. നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 18,000 രൂപയായിരിക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ പഠിപ്പിക്കാൻ കയറിയാൽ. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സ് വില കുറഞ്ഞ ഗുഡ്സ് ആണ്, ഇൻഫീരിയർ ഗുഡ്സ് ആണ് കൂട്ടിക്കോളൂ. നിങ്ങൾ അതിനുശേഷം ഒരു നല്ല ഗവൺമെന്റ് കോളേജിലേക്ക് ജോലിക്ക് കയറി. നിങ്ങൾക്ക് 45,000 രൂപ സാലറി കിട്ടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്നെ ഈ വില കുറഞ്ഞ ഗുഡ്സ് ഉപയോഗിക്കോ? ഇല്ല. ഇത് ഇൻഫീരിയർ ഗുഡാണ്, ചീപ്പ് ഗുഡാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വില കൂടിയ ഗുഡ്സ് വാങ്ങിക്കാൻ പറ്റും. എന്നുണ്ടെങ്കിൽ നിങ്ങൾ വില കൂടിയ ഗുഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടത്തെ ഗുഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻഫീരിയർ ഗുഡ്സ് എന്ത് ചെയ്യും? അതിന്റെ ഡിമാൻഡ് കുറയുമെന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ് ഫാൾസ് ആസ് ഇൻകം റൈസസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഫീരിയർ ഗുഡ് എന്ത് ചെയ്യുന്നുണ്ട്? നോർമലി ലോ ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുന്നുണ്ട്. അതായത് പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ഇൻകത്തിന്റെ കേസാണ് പറഞ്ഞത്. അതേസമയം ഒരു ഇൻഫീരിയർ ഗുഡിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇൻഫീരിയർ ഗുഡ് ഹാവ് നെഗറ്റീവ്
income elasticity. Inferior goods have negative income elasticity of demand, which means income elasticity is less than 0. അതും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫീരിയർ ഗുഡ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല്? അത് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ്. നമ്മൾ അത് എന്താണ് ഡിസ്കസ് ചെയ്യും, എന്നാൽ ജസ്റ്റ് പറയാണ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് മാറ്റമാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്നത് എന്നുള്ളതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാലോ, നമുക്കറിയാം, നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞു പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, അല്ലെ? അപ്പൊ 10 രൂപ കൂടിക്കഴിഞ്ഞാൽ എത്ര ചേഞ്ചസ് വന്നു എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യാനാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫീരിയർ ഗുഡിന് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണുള്ളത്. അതായത് ഇൻകം കൂടിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടല്ല ചെയ്യുന്നത്, മറിച്ച് കുറയുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു ഐറ്റം ഓഫ് ഗുഡ് ആണെന്ത്? ഗിഫൺ ഗുഡ്. ഗിഫൺ ഗുഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഫീരിയർ ഗുഡിന്റെ മറ്റൊരു രൂപമാണ്. അതായത് ചീപ്പ് ഗുഡാണ് ഈ ഗിഫൺ ഗുഡ് എന്ന് പറഞ്ഞാല്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇൻഫീരിയർ ഗുഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലോ ഓഫ് ഡിമാൻഡിനെ അംഗീകരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്നുണ്ട് ഇൻഫീരിയർ ഗുഡില്. പക്ഷെ ഗിഫൺ ഗുഡിൽ എന്ത് ചെയ്യുന്നില്ല? ഇത് സംഭവിക്കുന്നില്ല എന്നർത്ഥം. അതായത് നമ്മൾ പറഞ്ഞു നോർമൽ ഗുഡിന്റെ കേസിൽ അതിന്റെ പ്രൈസ് കുറഞ്ഞു നോർമൽ ഗുഡിന്റെ കേസിൽ അതിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും അതിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയുമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഗിഫൺ ഗുഡിന്റെ കേസിൽ ഗിഫൺ പാരഡോക്സ് ആണ് സംഭവിക്കുന്നത്. അതായത് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഗിഫൺ ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? അത് കൂടുകയാണ് ചെയ്യുക, കുറയുകയല്ല ചെയ്യുന്നത്. ഇതാണ് ഗിഫൺ പാരഡോക്സ്. നോർമൽ ഗുഡ്സിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയണം, പക്ഷെ ഇവിടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡും കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഗിഫൺ പാരഡോക്സ് എന്ന് പറയുന്നത്. ഈ ഗിഫൺ പാരഡോക്സ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് റോബർട്ട് ഗിഫൺ ആണ്. റോബർട്ട് ഗിഫൺ, ജിഫൻ എന്നും ചിലർ പറയാറുണ്ട് കേട്ടോ. നോർമലി നമ്മൾ കേരളത്തിലുള്ളവരൊക്കെ ഗിഫൺ എന്നാണ് പറയാറുള്ളത്. അപ്പൊ റോബർട്ട് ഗിഫൺ ആണ് എന്ത് ചെയ്യുന്നത്? റോബർട്ട് ഗിഫൺ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാപ്പിൾ കമ്മോഡിറ്റീസ് ആണ്. അതായത് ഏറ്റവും എക്സ്ട്രീംലി പുവർ ആയിട്ടുള്ള ആളുകള് ഉപയോഗിക്കുന്ന കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗിഫൺ ഗുഡ്സ് എന്ന് പറയാം. ഏറ്റവും പുവർ ആയിട്ടുള്ള ആളുകള്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതിന്റെ ലോജിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഗിഫൺ ഗുഡ് നമ്മൾ പറഞ്ഞു പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുകയാണ്. പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുകയാണ്. ടേക്ക് എൻ എക്സാമ്പിൾ, നമ്മൾ വളരെ പാവപ്പെട്ട ആളുകളാണ്, വളരെ പുവർ ആയിട്ടുള്ള ആളുകളാണെന്ന് എന്ന് കരുതിക്കോളൂ. വളരെ പുവർ ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ, അതായത് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടറ്റോയുടെ മലയാളം എന്താ? എന്താ പൊട്ടറ്റോയുടെ മലയാളം? കിഴങ്ങ്. ഉരുളൻ കിഴങ്ങ് അല്ലെ? ഉരുളൻ കിഴങ്ങ്. ഓക്കെ, കിഴങ്ങ് അല്ല, ഉരുളൻ കിഴങ്ങനല്ലേ? അതെ സർ. ഓക്കെ, അപ്പോ പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു സാധനം, നമ്മൾ വളരെ പാവപ്പെട്ട ആളുകളാണ്, നമ്മൾ പൊട്ടറ്റോ വളരെ ചീപ്പായിട്ട് എപ്പോഴും കിട്ടുന്ന പൊട്ടറ്റോ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ പൊട്ടറ്റോയുടെ പ്രൈസ് കൂടി, നമുക്ക് ആകെ വേണമെങ്കിൽ 100 രൂപ ഉണ്ടാവുള്ളൂ. നമുക്ക് ആകെ 100 രൂപ നമ്മുടെ കയ്യിൽ ഇൻകായിട്ട് ദിവസം നമുക്ക് കിട്ടുന്നുള്ളൂ. പൊട്ടറ്റോയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി മറ്റ് ഗുഡ്സ് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ഓൾറെഡി നമ്മൾ 2 കിലോ പൊട്ടറ്റോ വാങ്ങിക്കുന്നുണ്ട്. ആ 2 കിലോ
പൊട്ടറ്റോ 1 കിലോ പൊട്ടറ്റോക്ക് വില 50 രൂപയാണ്. സോറി, 1 കിലോ പൊട്ടറ്റോയുടെ വില 30 രൂപയാണ്. ടേക്ക് എൻ എക്സാമ്പിൾ, 30 രൂപയാണ്. നമ്മൾ 2 കിലോ പൊട്ടറ്റോ വാങ്ങുന്നുണ്ട്, ബാക്കി അപ്പൊ 60 രൂപയായി, ബാക്കി 40 രൂപക്ക് അരി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പൊട്ടറ്റോയുടെ വില നമുക്ക് എത്രയായി മാറി? 50 രൂപയായിട്ട് മാറി. നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പോ അരി വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമോ? നമ്മുടെ ഇൻകം 130 ആക്കിയൊക്കെ എടുത്തു നോക്കൂ, നമുക്ക് അരി വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 130 രൂപക്കും കൂടി പൊട്ടറ്റോ വാങ്ങും, പൊട്ടറ്റോയുടെ ഡിമാൻഡ് കൂടും. ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഓൾ ഗിഫൺ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ഗിഫൺ ഗുഡ്സും എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ് ആണ്. പക്ഷെ എല്ലാ ഇൻഫീരിയർ ഗുഡ്സും എന്തല്ല? ഗിഫൺ ഗുഡ്സ് അല്ല. എല്ലാ ഇൻഫീരിയർ ഗുഡ്സും ഗിഫൺ ഗുഡ്സ് അല്ല. എല്ലാ ഗിഫൺ ഗുഡ്സും എന്താണ്? ഇൻഫീരിയർ ഗുഡ്സ് ആണ്. എല്ലാ ഇൻഫീരിയർ ഗുഡ്സും എന്തല്ല? ഗിഫൺ ഗുഡ്സ് അല്ല എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ഒരു ഗുഡ്സ് ആണ് എന്ത്? വെബ്ലൻ ഗുഡ്സ് എന്നുള്ളത്. വെബ്ലൻ ഗുഡ്സ് അല്ലെങ്കിൽ വെബ്ലൻ എന്നുള്ള പേര് കേട്ടാൽ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെബ്ലൻ എന്ന് പറഞ്ഞാൽ അത് ലക്ഷറി ഗുഡ്സ് ആണ്. ലക്ഷറി ഗുഡ്സ്, പ്രസ്റ്റീജ് ആയിട്ടുള്ള. അതായത് വെബ്ലൻ ഗുഡ്സും ലോ ഓഫ് ഡിമാൻഡിനെ അംഗീകരിക്കുന്നില്ല. വെബ്ലൻ ഗുഡ്സും നമുക്ക് കാണാൻ പറ്റുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഡിമാൻഡ് ഇൻക്രീസസ് വെൻ പ്രൈസസ് റൈസസ് ബിക്കോസ് ഹൈ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റസും എക്സ്ക്ലൂസീവ്നെസ്സും സോഷ്യൽ പ്രസ്റ്റീജും ഒക്കെയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ കാറുള്ള ആളുകൾ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഏത് കാറാണ് ഉണ്ടാവുക? ഞാൻ നോർമൽ കേസിലാട്ടോ പറയുന്നത്. ഇപ്പൊ സ്വിഫ്റ്റ് കാർ ഉണ്ടാവും ചിലപ്പോ, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാറിനേക്കാൾ നല്ലത് ബൈക്കാണ്. നോർമലി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ബൈക്ക് ഏതായിരിക്കും? ഒന്നെങ്കിൽ ആക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിയോ എന്ന് പറയുന്ന ഒരു ബൈക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എഫ്സെറ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് നോർമലി നമ്മൾ എടുത്തുണ്ടാവുക. പക്ഷെ ഇതേ സമയം നമുക്ക് BMW ബൈക്കും നമുക്ക് അവൈലബിൾ ആണ്. ഏതൊരു സിനിമയിൽ അമീർ ഖാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ധൂമിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. BMW ബൈക്കും ഉണ്ട്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് BMW ബൈക്ക് ആളുകൾ വാങ്ങുന്നത്? ബിക്കോസ് അത് അത് പ്രിഷ്യസ് ആണ്, അത് വിലയുണ്ട് അതിന്, അല്ലെങ്കിൽ അതിന് പ്രൈസ് കൂടുതലുണ്ട്. 5 കോടിയോ 10 കോടിയോ കൊടുത്താലേ നമ്മൾ റോട്ടിലൂടെ ഓടിക്കുന്ന ഡിയോ കൊണ്ട് അല്ലെങ്കിൽ ആക്സസ് എന്ന് പറയുന്ന സ്കൂട്ടി കൊണ്ട് എന്താണോ നമുക്ക് കിട്ടുന്ന പർപ്പസ്, അതേ BMW ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് നടക്കുന്നുള്ളൂ. പക്ഷെ ഇതൊരു എക്സ്ക്ലൂസീവ്നെസ് ആണ്, സോഷ്യൽ വാല്യൂ ആണ്, അല്ലെ? ഇത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ വെബ്ലൻ ഗുഡ്സ് എന്ന് പറയാ. അത് ലക്ഷറി ഗുഡ്സ് ആണ്. ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? തോസ്റ്റീൻ വെബ്ലൻ എന്നുള്ളത്. അതിൽ പറയുന്ന ഒരു കോൺസെപ്ഷൻ തിയറിയാണെന്ത്? കൺസ്പിക്യൂസ് കൺസംഷൻ എന്നുള്ളത്. അതായത് കൺസ്യൂമറുടെ വെബ്ലൻ ഗുഡ്സിന്റെ കേസിൽ കൺസ്യൂമർ എന്ത് ചെയ്യും? പ്രൈസ് കൂടുമ്പോഴാണ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുക. പ്രൈസ് കൂടുമ്പോഴാണ് കൺസ്യൂമർ പർച്ചേസസ് ദ ഗുഡ്സ് നോട്ട് ഡിസ്പൈറ്റ് ദെയർ ഹൈ പ്രൈസ്. അതിന് നല്ല പ്രൈസ് ഉണ്ട് എന്ന് കരുതിയിട്ടല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി പ്രൈസ് കുറയുമ്പോൾ വാങ്ങുക, പ്രൈസ് കൂടുമ്പോൾ ആളുകൾ ഡിമാൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു കേസ് അല്ല വെബ്ലൻ ഗുഡ്സിൽ ഉണ്ടാവുക. ഏതൊക്കെയാണ്? ലക്ഷറി കാറ് പോലെ, ഡയമണ്ട് പോലെ, അല്ലെങ്കിൽ ഫാഷൻ ബ്രാൻഡ് പോലെ, അല്ലെങ്കിൽ റോളക്സ് വാച്ച് പോലെ, പ്രീമിയം ഹാൻഡ് ബാഗുകൾ പോലെ. ഇതൊക്കെ എന്താണ്? വെബ്ലൻ ഗുഡ്സിന്റെ പ്രത്യേകതകളാണ്. ഗിഫൺ ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഗിഫൺ ഗുഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നുണ്ട്. പക്ഷെ ഗിഫൺ ഗുഡും വെബ്ലൻ ഗുഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗിഫൺ ഗുഡ് പോവേർട്ടിയുമായിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ പൈസ ഇല്ലായ്മയുമായി ബന്ധപ്പെട്ടാണ് ഗിഫൺ ഗുഡ് ഉള്ളത്. വെബ്ലൻ ഗുഡ് എന്ന് പറഞ്ഞാലോ അത് ലക്ഷറി കൺസംഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു ആർഭാടം എന്ന് പറയാൻ പറ്റില്ല, ഒരു റിച്ച്നെസിന്റെ ഭാഗമായിട്ടാണ് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോ ഇതാണ് വെബ്ലൻ ഗുഡിന്റെ ഒരു കേസ്. ഓക്കെ, ഇനി ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ട്. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് ആവശ്യമുണ്ടായത് കൊണ്ട് മാത്രമല്ല,
മറിച്ച് മറ്റുള്ളവർ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതാണെന്ത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നതാണെന്ത്, നമ്മൾ ഈ പറയുന്ന ബാൻഡ് വാഗൺ എഫക്റ്റ്. ടേക്ക് എൻ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പൊ നമ്മളടക്കം അല്ലെ, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഐഫോൺ വാങ്ങിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാനുള്ള കാരണം എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഐഫോൺ വാങ്ങിക്കുന്നുണ്ട്. സോഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പിയർ പ്രഷർ, ട്രെൻഡ്, ഫാഷൻ, ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെ, ഇതിനെയാണ് നമ്മൾ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയാം. അതായത് പീപ്പിൾ ഡിറൈവ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഫോളോവിങ് പോപ്പുലർ ട്രെൻഡ്സ് ആൻഡ് ബീയിങ് സോഷ്യലി അക്സെപ്റ്റഡ്. പോപ്പുലർ ആയിട്ട് ആ ഒരു സൊസൈറ്റിയിലുള്ള ട്രെൻഡിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ബാൻഡ് വാഗൺ എഫക്റ്റ് എന്നുള്ളത്. കുറെ ആളുകൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ വാങ്ങിക്കുക വഴി ആ പ്രൊഡക്റ്റിന്റെ മറ്റ് കൺസ്യൂമേഴ്സ് കൂടി എന്ത് ചെയ്യും, അത് കണ്ടിട്ട് എന്ത് ചെയ്യും, അത് വാങ്ങിക്കും. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. വാട്ട് ഈസ് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി? നമുക്ക് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റിന്റെ കേസിൽ നമ്മൾ പറയും വി ഹാവ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഒരാളുടെ ഒരു തേർഡ് പേഴ്സന്റെ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സന്റെ എന്തെങ്കിലും ബിഹേവിയർ കാരണം മറ്റൊരാൾക്ക് പോസിറ്റീവായിട്ട് ഒരു നല്ല രീതിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. അപ്പൊ പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. നോർമലി നമുക്ക് ബാൻഡ് വാഗൺ എഫക്റ്റിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക ഫാഷൻ മാർക്കറ്റില്, സോഷ്യൽ മീഡിയ ട്രെൻഡ്സില്, സ്മാർട്ട് ഫോണില്, അതുപോലെ തന്നെ വൈറൽ കൺസ്യൂമർ ഗുഡ്സില് ഒക്കെയാണ്. ബാൻഡ് വാഗൺ എഫക്റ്റ് ബേസിക്കലി ഇമിറ്റേഷൻ ആണ്, കൺസ്യൂമറുടെ ഇമിറ്റേഷനെയാണ് കാണിക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയുള്ളതാണ് സ്നോബ് എഫക്റ്റ്. സ്നോബ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാൻഡ് വാഗൺ എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് എക്സ്ക്ലൂസീവ്നെസ് ആണ് സ്നോബ് എഫക്റ്റ്. എക്സ്ക്ലൂസീവ്നെസ് ആണ്. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറഞ്ഞാലോ എല്ലാവരും വാങ്ങുന്നത് കൊണ്ട് നമ്മളത് വാങ്ങുന്നു. സ്നോബ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്നെസ് ആണ്. അതായത് അല്പം വ്യത്യസ്തനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും വാങ്ങിക്കാത്ത സാധനങ്ങൾ വാങ്ങുന്നതാണെന്ത്, വാങ്ങിക്കാത്ത സാധനങ്ങൾ വാങ്ങുന്നതാണെന്ത്, സ്നോബ് എഫക്റ്റ്. നമ്മൾ പറഞ്ഞു ബാൻഡ് വാഗൺ എഫക്റ്റ് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണെങ്കിൽ സ്നോബ് എഫക്റ്റ് നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ്. കൺസ്യൂമർ എന്ത് ചെയ്യും? കൺസ്യൂമർ ഡിമാൻഡ് എ പ്രൊഡക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ആൻഡ് നോട്ട് വൈഡ്ലി ഓണഡ് ബൈ അതേഴ്സ്. മറ്റുള്ള ആളുകളുടെ കയ്യിൽ ഒന്നും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു കൺസ്യൂമർ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്നോബ് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ സ്നോബ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എഡിഷൻ വാച്ചുകള്, ലിമിറ്റഡ് എഡിഷൻ മൊബൈൽ ഫോണുകള്, ലിമിറ്റഡ് എഡിഷൻ കാറ്, ബൈക്ക്, അല്ലെങ്കിൽ റയർ ആർട്ട് വർക്ക്, ഇപ്പൊ മൊണാലിസ പോലെയുള്ള ചില ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളൊക്കെ വലിയൊരാളായി മാറിയാൽ എന്ത് ചെയ്യും, നിങ്ങളൊക്കെ വരച്ച ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കപ്പെടുന്ന സമയത്ത് ഇതിനെയാണ് നമ്മൾ, ഇതൊക്കെ വാങ്ങിക്കാൻ ആളുകൾ എടുക്കുന്ന ഒരു കൺസംഷൻ ഡിമാൻഡിനെയാണ് നമ്മൾ സ്നോബ് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ബാൻഡ് വാഗൺ എഫക്റ്റ് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ്. സ്നോബ് എഫക്റ്റ് അത് എക്സ്ക്ലൂസീവ്നെസ് ആയിട്ടുള്ള നെഗറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ് എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പൊതുവെ അറിയുന്നതാണെന്ത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. നമ്മൾ ഇന്ന് വളരെ ബേസിക് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സുകളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതായത് നമുക്ക് പറയാൻ പറ്റും കൊക്കക്കോള ആൻഡ് പെപ്സി രണ്ടും ഏകദേശം ഒരേ ടേസ്റ്റ് ആണല്ലേ. അല്ലെങ്കിൽ ടീ ആൻഡ് കോഫി, ചായയും കാപ്പിയും നമുക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഒരു ടീ ആൻഡ് കോഫി, ടീയും ഉണ്ട് കോഫിയും ഉണ്ട്. ടീയുടെ പ്രൈസ് 10 രൂപയുള്ളത് 20 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ കോഫിയുടെ ഡിമാൻഡ് കൂടും, ആളുകൾ കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും,
കോഫിയുടെ ഡിമാൻഡ് കൂടും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ സംഭവിക്കുന്നത്. അതായത് ഗുഡ് എക്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് വൈയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടീയുടെ ഡിമാൻഡ് കുറയും, കോഫിയുടെ ഡിമാൻഡ് കൂടും. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതായത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസും ഡിമാൻഡും തമ്മിൽ നമുക്കൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് കാണാൻ പറ്റുക. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഹാവ് എ പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ സീറോ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ സീറോ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 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 ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് പ്രൈസ് ഓഫ് ടീ ഇൻക്രീസസ്, ഡിമാൻഡ് ഫോർ കോഫി ആൾസോ ഇൻക്രീസസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. എന്താ വീണ്ടും പോവാത്തേ? മായുന്നില്ലല്ലോ മക്കളെ. ഓക്കെ. ഇനിയുള്ളതാണ് അയ്യോ ഇവിടെ എത്തിയ കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ടുഗദർലി യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയാം. ലൈക്ക് ബൈക്ക്, കാർ ആൻഡ് പെട്രോൾ, അല്ലെങ്കിൽ ബൈക്ക് ആൻഡ് പെട്രോൾ അല്ലെ? നമുക്ക് ഒരു ഡീസലോ പെട്രോളോ ഇല്ലാത്ത ഒരു കാറ് മാത്രം കിട്ടിയിട്ട് ബൈക്ക് മാത്രം കിട്ടിയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് കാര്യമില്ല അല്ലേ? അപ്പോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യാ? പറയാ. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് നമ്മൾ പറയാം. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ടുഗദർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയാം. ഇനി കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ എന്തായിരിക്കും? അതായത് ഇപ്പൊ കാറും പെട്രോളും നമ്മൾ പറഞ്ഞു. കാറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കാറിന്റെ ഡിമാൻഡ് കുറയും അല്ലേ? കാറിന്റെ ഡിമാൻഡ് കുറഞ്ഞാൽ ഇതിനോട് കോംപ്ലിമെന്റ് ആയിട്ടല്ലേ പെട്രോൾ കിടക്കുന്നത്, പെട്രോളിന്റെ ഡിമാൻഡും കുറയും. അതായത് ഇവിടെ നെഗറ്റീവ് ആണ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഗുഡ് എക്സിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഗുഡ് വൈയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഇതാണ് കോംപ്ലിമെന്ററി ഗുഡ്സിൽ സംഭവിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിലാണെങ്കിലോ ഗുഡ് എക്സിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഗുഡ് വൈയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുകയാണ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ സംഭവിക്കുക, കുറയാണ് എന്ത് ചെയ്യുക? കോംപ്ലിമെന്ററി ഗുഡ്സിൽ സംഭവിക്കുക എന്ന് നെഗറ്റീവ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ നെഗറ്റീവ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ പോസിറ്റീവ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ്. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്കറിയാം പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും നമുക്കറിയാം. അപ്പൊ 10 രൂപ കൂടിക്കഴിഞ്ഞാൽ എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കുറയുന്നത്? ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആള്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ നമ്മൾ ബേസിക്കലി കണ്ടെത്താറുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് 5 രൂപയുള്ള ഒരു പ്രൊഡക്റ്റ് 10 രൂപയായി മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പെർസെൻറ്റേജ് നമ്മൾ എടുക്കും. അതിനെ എന്ത് ചെയ്യും? ഇത് കാരണമായിട്ട് പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡിൽ ചേഞ്ച് വരൂലേ? 8 ഉണ്ടായിരുന്ന ഡിമാൻഡ് 8 പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. 8 ഡിമാൻഡ് 5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ എടുക്കും. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. PYQs നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എത്ര മനസ്സിലാക്കി വെക്കുക. ഇതാണെന്ത് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നുള്ളതാണ്.
ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം പ്രൈസ് കൂടുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് ചെയ്യുക അല്ലെ. ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ആൻസർ എപ്പോഴും നെഗറ്റീവ് സൈൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നോർമലി നെഗറ്റീവിനെ കൺസിഡർ ചെയ്യാറില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് സൈന് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് -5 ആണ്. ഓപ്ഷൻ ഉള്ളത് 5, 8, 10, 3 ആണ്. അപ്പൊ ഇതിൽ ഏതാ ഓപ്ഷൻ എന്ന് കരുതി നിങ്ങൾ അന്തം വിട്ട് നടക്കണ്ട. 5 തന്നെയാണ് ഓപ്ഷന്. നമ്മൾ എന്ത് ചെയ്യാറില്ല, അബ്സല്യൂട്ട് ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇലാസ്റ്റിസിറ്റിയെ കൺസിഡർ ചെയ്യാറുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും, മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി ഒരു നെസസിറ്റി ആണ്, വളരെ അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്തായിരിക്കും, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് യൂസസ്. ഒരു ഗുഡിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസസ് ഉണ്ടെങ്കിൽ, ഒരുപാട് യൂസസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ്. ഒരു ഗുഡിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ വലിയ ഒരു പേഴ്സൻറ്റേജ് നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഗുഡ്സും എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ ലോങ് റണ്ണും ഷോർട്ട് റണ്ണിന്റെയും കേസിൽ ടൈം പീരീഡ് എടുക്കുകയാണെങ്കിൽ ലോങ് റണ്ണില് ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും, മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഷോർട്ട് റണ്ണില് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇക്വേഷൻ ആണ് എന്ത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു AR ഡിവൈഡഡ് ബൈ AR മൈനസ് MR. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചില സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരാറുണ്ട്, ജസ്റ്റ് ARഉം ഇത് പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ARഉം MRഉം മാത്രം തരും. ഇപ്പൊ നിങ്ങളോട് പറയാണ് AR ഈസ് ഈക്വൽ ടു 5, MR ഈസ് ഈക്വൽ ടു 10. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് AR എപ്പോഴും വലുതായിരിക്കും കേട്ടോ. AR ഈസ് ഈക്വൽ ടു 5, MR ഈസ് ഈക്വൽ ടു 10. നിങ്ങളോട് പറയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെയാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാറുള്ളത്. AR ഡിവൈഡഡ് ബൈ AR മൈനസ് MR. AR എത്രയാണ്, 5, ഡിവൈഡഡ് ബൈ, അഗെയിൻ ഇങ്ങനെയല്ല കേട്ടോ, AR ആണ് വലുതാവേണ്ടത്. AR 15 ഇട്ടു, MR 10 ഇട്ടു കേട്ടോ. ഓക്കെ, അപ്പൊ 15 ഡിവൈഡഡ് ബൈ 15 മൈനസ് 10 ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 15 മൈനസ് 10 ഈസ് ഈക്വൽ ടു 5 ഈസ് ഈക്വൽ ടു 3. ഇതാണ് ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു AR ഡിവൈഡഡ് ബൈ AR മൈനസ് MR. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇത്ര പോരെ, ബാക്കി നാളെ എടുത്താ പോരെ? സ്നേഹ, മിൻഹ, ഓക്കെ.